എല്ലാവർക്കും സുൽഫത്ത് ഗ്രീൻഡറിയിലേക്ക് സ്വാഗതം. ഞാനിപ്പോ നിൽക്കുന്നത് എന്റെ നാടൻ പ്ലാവിന്റെ അരികിലാണ്. അപ്പൊ ഇത് നട്ടിട്ട് ഒരു 40 വർഷം പ്രായമായ പ്ലാവാണ്. നമുക്ക് ഇങ്ങനെ സ്ഥിരമായിട്ട് എല്ലാ വർഷവും ഇങ്ങനെ ചക്ക കിട്ടിക്കൊണ്ടിരിക്കും. നമ്മ യാതൊരു പരിചരണവും കൊടുക്കണ്ട. നാടൻ പ്ലാവ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് യാതൊരു പരിചരണങ്ങളൊന്നും വേണ്ട. എല്ലാ വർഷവും സ്ഥിരമായിട്ട് അവര് സമയത്ത് ചക്ക കിട്ടും. ഇത് കണ്ടില്ല, ഇതിപ്പോ വിളവെടുക്കാനായി കിടക്കണ ഒരു ചക്കയാണ്. ഇത് താഴെ തന്നെയാണ് ഉണ്ടായേക്കണേ. ഇതിന്റെ ചക്കക്ക് ഒരു പ്രത്യേകത ഉണ്ട്. വേണ്ട ചക്ക ഇതേപോലെ നല്ല റൗണ്ട് ഷേപ്പിലൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. നിറച്ച് ചുളകളായിരിക്കുള്ളൂ കേട്ടാ. ഇതിന്റെ മുകളിലോട്ടൊക്കെ ഇങ്ങനെ ചക്ക ഉണ്ടായിട്ടുണ്ട് കണ്ട. അപ്പം നമുക്ക് സ്ഥലമുള്ളവർക്കൊക്കെ ഒരു നാടൻ പ്ലാവൊക്കെ വെച്ച് കഴിഞ്ഞാല് ഇതേപോലെ നമുക്ക് ചക്ക കിട്ടും. പിന്നെ ഈ ചക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ചിപ്സ് ഉണ്ടാക്കാനും കറി വെക്കാനും പഴുപ്പിച്ച് കഴിക്കാനൊക്കെ ഏറ്റവും നല്ലതാണ്. നിറച്ച് ചുളകളായിരിക്കുള്ളൂ ഈ ചക്കയില് കണ്ട. നിറച്ച് നമുക്കൊരു ചക്കയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഇഷ്ടം പോലെ ചുളകളായിരിക്കുള്ളൂ. നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചക്കയാണ്, വലിയ ചുളകളൊക്കെയാണ്. അപ്പൊ നമുക്ക് പ്രത്യേകിച്ച് ഒരു പരിചരണമൊന്നും വേണ്ട. ഈ നാടൻ പ്ലാവൊക്കെ നട്ട് കഴിഞ്ഞാല് സ്ഥലമുള്ള ആളുകൾക്കൊക്കെ വെക്കാൻ പറ്റിയ ഒരു പ്ലാവാണ്. അപ്പൊ നമുക്ക് ഇത് ഇപ്പൊ പഴുത്തെടുക്കണേണ്. ഇപ്പൊ പഴുത്തിട്ട് ഇപ്പൊ ഇന്നലെ നമ്മ വന്ന് നോക്കിയപ്പോഴാണ് പഴുത്ത്. പക്ഷെ കിളികളും ഒന്നും ഇത് കൊത്തിയിട്ട ഒന്നുമില്ല കണ്ട. താഴെ കിടക്കണോണ്ട് നമ്മ മൂടി പോലും ഇട്ടിട്ടുണ്ടായില്ല. ഇതിപ്പോ കണ്ട നന്നായിട്ട് പഴുത്തിട്ടുണ്ട്. അപ്പൊ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പൊ ഇതിപ്പോ ഉണ്ടായിട്ട് ഒരു 4 മാസത്തിൽ കൂടുതലായി ചക്ക ഉണ്ടായിട്ട്. ഇപ്പോഴാണ് ഇത് പഴുത്തേക്കണത്. അപ്പൊ നമുക്കിത് വിളവെടുക്കാട്ട. അപ്പൊ കണ്ട ഇതേപോലെ താഴേക്ക് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് വിളവെടുക്കാനൊക്കെ നല്ല എളുപ്പമാണ്. പക്ഷെ ഇതിന് നല്ല വെയിറ്റ് ആണ്. നല്ല വെയിറ്റ് ആണ് ചക്കക്ക്. നമുക്ക് താങ്ങാൻ നമ്മ കാണുന്ന പോലെ ഒന്നുമല്ല, ഭയങ്കര വെയിറ്റ് ആണ് ചക്കക്ക് കണ്ട. നല്ല വെയിറ്റ് ആണ്, പൊക്കാൻ പറ്റാത്ത വെയിറ്റ് ആണ്. അപ്പൊ നമുക്ക് ചക്ക ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. നമ്മ ചക്ക കട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ വലിയ ചക്ക ആയതുകൊണ്ട് തന്നെ കണ്ട ഇതേപോലെ പഴുത്തിരിക്കണത് കൊണ്ട് തന്നെ പശയൊക്കെ കുറച്ച് കുറവായിരിക്കും. നന്നായിട്ട് പഴുത്തിരിക്കണേണല്ല കണ്ട. മടലൊക്കെ വളരെ കുറവാണ് ഈ ചക്കക്ക്. ഇതിന്റെ പ്രത്യേകത കണ്ടില്ല, ഈ ചക്ക മടയിൽ ഒട്ടും തന്നെ ഇല്ല കണ്ട. സാധാരണ നാടൻ ചക്കൊക്കെ നല്ല മടലായിരിക്കും. ഇത് മടല് കുറഞ്ഞിട്ട് കണ്ട നല്ല നീളൻ ചുളകളൊക്കെയാണ്. നമുക്ക് വറക്കാനൊക്കെ പക്ഷെ പശയും കുറവാണ് കണ്ട. പഴുത്ത് കഴിഞ്ഞാല് ചക്കക്ക് പശ കുറവാണ്. അപ്പൊ നമ്മ പശ ഉള്ളത് നമ്മ വേണ്ട, നമ്മ പേപ്പറൊന്നും വെച്ച് തുടക്കാൻ പാടില്ല കേട്ടോ. നമ്മ ചക്ക മുറിക്കുമ്പോ ആ പേപ്പറിലെ മഷിയൊക്കെ നമ്മുടെ ഈ ചക്കയമ്മലാവോല. അപ്പൊ നമ്മ ചെയ്യേണ്ടത് ഈ ചകിരിയൊക്കെ ഇല്ലേ, തേങ്ങ പൊതിച്ച മടലിന്റെ ചകിരി വെച്ചിട്ട് നമുക്ക് ഇതേപോലെ പശ കളഞ്ഞെടുക്കാം. ഇത് പശയൊക്കെ വളരെ കുറവ്. നാടൻ ചക്ക സാധാരണ നമ്മ മുറിക്കുമ്പോ നല്ല പശയായിരിക്കുള്ളൂ. ഇനി നമുക്കിതൊന്ന് ഈ ചക്ക നമുക്ക് അടത്തിയെടുക്കാട്ടാ. അപ്പൊ നമുക്ക് കണ്ട ഇതേപോലെ ചെറിയ പീസാക്കിയിട്ട് വേണം നമ്മ ഇങ്ങനെ അടത്തിയെടുക്കാനായിട്ട് ചക്ക. എന്നിട്ട് നമ്മ ചക്കയുടെ മുകൾ ഭാഗത്ത് കൂഞ്ഞില്ലേ, അത് നമുക്ക് മുറിച്ച് മാറ്റിയിട്ട് കണ്ട മുറിച്ച് മാറ്റിയിട്ട് കണ്ട ഇതേപോലെ മുറിച്ച് മാറ്റാം കണ്ട. ഇതില് പൊല്ലൊക്കെ കുറവാണ് കണ്ട. ഈ ചക്കയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് ഇതില് പൊല്ലകൾ സാധാരണ നമ്മുടെ നാടൻ പ്ലാവിലെ ചക്കക്കൊക്കെ നല്ല പൊല്ലായിരിക്കുള്ളൂ. ഇതില് ഒട്ടും തന്നെ പൊല്ലില്ല കണ്ട. ഇനി നമുക്ക് ഇതേപോലെ കണ്ട ഇത് ഓരോന്നോരോന്ന് നമുക്ക് അടുത്ത്. അപ്പൊ നമുക്ക് ഇതൊരു പീസ് നമുക്ക് കഴിച്ചു നോക്കാട്ടാ. അപ്പൊ ഈ പ്രാവശ്യം നമ്മുടെ ഈ പ്ലാവുമല ആദ്യത്തെ ചക്കയാണ് നമ്മിപ്പോ ഈ വിളവെടുത്തത്. നല്ല ഭദ്രം കേട്ടാ. എന്താന്ന് വെച്ചാൽ ഇതിന്റെ അടിയില് നല്ല കിടന്നിരുന്നു. പിന്നെ മഴയൊന്നും പെയ്തിട്ടില്ലല്ലോ. അപ്പൊ നല്ല ടേസ്റ്റ് ആണ്. നമുക്ക് ചക്ക കഴിക്കാൻ നല്ല കരികരുന്ന് പോലെ നല്ല ടേസ്റ്റുള്ള ചക്ക തന്നെയാണ് ഇത്. അപ്പൊ നമ്മുടെ വീട്ടുമുറ്റത്ത് ഒരു പ്ലാവൊക്കെ ഉണ്ടെങ്കിൽ
നമുക്ക് ഇതേപോലെ ചക്ക കഴിക്കാം. ചക്ക എന്ന് പറഞ്ഞാൽ അറിയാലോ, ഒരുപാട് ഗുണങ്ങളുള്ളതാണ് ചക്ക. ചക്കയുടെ എല്ലാം തന്നെ ഒന്നും തന്നെ കളയണ്ട. ചക്കയുടെ മടലും ഈ കൂനിലും ചക്കയുടെ കുരുവും എല്ലാം വെച്ചിന്ന് പല പല വിഭവങ്ങൾ ഉണ്ടാക്കാം. അതേപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വിഭവങ്ങളൊക്കെ ഉണ്ടാക്കാം. അപ്പൊ നമ്മുടെ വീട്ടിൽ അത്യാവശ്യം വെച്ചു പിടിപ്പിക്കേണ്ട ഒന്ന് തന്നെയാണ് പ്ലാവട്ട. പണ്ട് കാലത്ത് എല്ലാവരുടെ വീടുകളിലും പ്ലാവ് ഉണ്ടായി. നമ്മ കഴിക്കേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമുക്ക് നമ്മുടെ നാട്ടില് സീസൺ അനുസരിച്ചുള്ള ഫ്രൂട്ട്സ്, ഈ മാങ്ങ, ചക്ക, ചാമ്പക്ക, പെരക്ക, അതൊക്കെയാണ് നമ്മൾ കഴിക്കേണ്ടത്. നമ്മുടെ ഈ ചൂടിനായാലും നമ്മുടെ കാലാവസ്ഥക്ക് പറ്റിയതാണ് നമ്മുടെ നാട്ടിൽ ഉണ്ടാവുന്നത്. അപ്പൊ നമ്മ ഇതൊക്കെ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ പച്ച ചക്കയൊക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് കറി വെച്ച് കഴിക്കാനും പുഴുക്കുണ്ടാക്കാനൊക്കെ ഏറ്റവും നല്ലതാണ്. അപ്പൊ പ്ലാവ് നട്ടുകഴിഞ്ഞാൽ നമ്മ ആ ചെറിയ ചക്ക തുടങ്ങി നമുക്ക് ഇടിയൻ ചക്ക തുടങ്ങി നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. നമുക്ക് എല്ലാത്തിനും ചിപ്സ് ഉണ്ടാക്കാനും അപ്പം ഉണ്ടാക്കാനും അടി ഉണ്ടാക്കാനും വരട്ടി ചക്കയൊക്കെ അധികം ഉണ്ടെങ്കിൽ നമുക്ക് ചക്ക വരട്ടി വെച്ച് കഴിഞ്ഞാൽ വർഷങ്ങളോളം കേടുകൂടാണ്ടിരിക്കും. പിന്നെ നമുക്ക് ഫ്രീസറിലൊക്കെ ചക്ക നമ്മ ഇതേപോലെ ചക്കപ്പഴം നമ്മ പൊല്ലയും കുരുവൊക്കെ കളഞ്ഞ് ഫ്രീസറിൽ നമ്മ ഫ്രീസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ 1 വർഷം വരെയും ചക്ക നമുക്ക് കേടാകാണ്ടിരിക്കും. അപ്പൊ നമുക്ക് ചക്ക സീസൺ അല്ലാത്ത ടൈമിലും നമുക്ക് ചക്ക കഴിക്കാം. അത് ഫ്രീസറിൽ വെക്കണം, ഫ്രിഡ്ജിന്റെ ഇതിൽ വെക്കരുത്. ഫ്രീസറിൽ വെച്ചില്ലെങ്കിൽ ഇതേപോലെ ഇവിടെ നമുക്ക് ബാക്കി വരുന്ന ചക്കകളൊക്കെ നമ്മ അതേപോലെ ഫ്രീസ് ചെയ്ത് വെക്കും. അപ്പൊ നമുക്ക് വർഷം മുഴുവനും നമുക്ക് ചക്ക കഴിക്കുകയും ചെയ്യാം. അപ്പൊ എല്ലാവരും വീട്ടിലൊരു പ്ലാവ് നടണം. പ്ലാവ് നട്ടാല് നമുക്ക് ഇതേപോലെ നമുക്ക് കറിക്കായാലും ചിപ്സ് ആയാലും ഫ്രൂട്ടായിട്ട് കഴിക്കാനൊക്കെ ചക്ക നമുക്ക് ഉപയോഗിക്കാം. ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക.